ആരായാലും പ്രസംഗിക്കുന്നത്? അതിൽ പ്രസംഗിക്കുന്ന ഒന്ന് മൗലവി സുഹൈർ ചുങ്കത്തറ. ഞാൻ വായിക്കാം. ഇത് നമ്മൾ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാ, ഞങ്ങള് അത് ഞാൻ അറിയാതൊരു കൊല്ലം പെട്ടുപോയതാണ്. നോട്ടീസ് ഒട്ടിച്ച പിന്നെ എങ്ങനെ പേടല്ലേ? നോട്ടീസിൽ ഒന്ന് നോക്കി, മൗലവി സുഹൈർ ചുങ്കത്തറ പ്രസംഗിക്കുന്നു. അപ്പൊ 1999 99 നോട്ടീസ്. അപ്പൊ അന്ന് പെട്ടതാണെന്ന്. അപ്പൊ 2000 നോട്ടീസ് ആ കാണുന്നത്. അതോ അന്നും പെട്ടതാ? നന്ദി കേട്ടോളി. 2000 കഴിഞ്ഞു. ഇത് 2002 നോട്ടീസ്. അതിലും പങ്കെടുത്തു ആര്? മുജാഹിദിന്റെ സംസ്ഥാന നേതാക്കന്മാർ. കഴിഞ്ഞില്ല. 2005 നോട്ടീസ്. അതിലും പങ്കെടുത്താരാ? മുജാഹിദ്. എല്ലാ കൊല്ലം പെടല. അത് വല്ലാത്തൊരു പെടലാണല്ലോ. കഴിഞ്ഞില്ല. 2007 തിരുവനന്തപുരത്ത് നടന്ന നബിദിന പരിപാടി ഉദ്ഘാടനം ചെയ്താരാ? മുജാഹിദിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂർ. ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോ എന്തേ? അവിടെ കുഴപ്പമില്ല. കഴിഞ്ഞില്ല. 2007 നടന്നു. അതിന്റെ ശേഷം നടന്നു. അപ്പൊ അവര് പറഞ്ഞത് തിരുവനന്തപുരത്ത് ഇവിടുത്തെ പോലുള്ള അനാചാരങ്ങളൊന്നുമില്ല. എന്താ അനാചാരം? ഷാപ്പാട്, അന്നദാനല്ല. അപ്പോൾ തിരുവനന്തപുരത്ത് അതേ ദിവസം ഇറങ്ങിയ പത്രം ഞാൻ വായിക്കാം. തിരുവനന്തപുരത്ത് നടന്ന പരിപാടി എന്തൊക്കെയാ? മദ്രസ സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങൾ, മൗലൂദ് പാരായണം, 31-ാം തീയതി രാവിലെ 4 മണിക്ക് 5000 പേർക്കുള്ള അന്നദാനം. പടച്ചോനെ, ഇവിടുത്തേക്കാൾ സ്ട്രോങ്ങാ. ഇവിടെ 5000 ഒന്നുമില്ല. 5000 ഒന്നും പോരല്ല ഇവിടെ. പിന്നെ ഏത് അടിസ്ഥാനത്തിലായത്? കേരളത്തിന്റെ ഒരു മൂലയിൽ മാത്രമാണ് പറയുന്നത്. കഴിഞ്ഞ ലോകത്തിന് വിവിധ ഭാഗങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഒക്കെ ഫോട്ടോയും റിപ്പോർട്ടുകളും നമ്മുടെ കയ്യിലുണ്ട്. സമയം നീണ്ടുപോകുമോ എന്ന് പേടിച്ച് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ നബിദിനാഘോഷം പൂർവ്വകാലത്ത് ഇവർ അംഗീകരിച്ചതാണ്. ഇപ്പോഴും ചില ഭാഗങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവരുടെ നേതാവ് ഇബ്നു തൈമിയ്യ മദ്യത്തിന്റെ ഇഖ്തിദാസ് സിറാത്തുൽ മുസ്തഖീമിൽ എഴുതി വെച്ചതുമാണ്. ഇവരുടെ പൂർവ്വ നേതാക്കന്മാരൊക്കെ അതിന് മഹത്വം പറഞ്ഞതുമാണ്. നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നുണ്ടായി. നമ്മുടെ പല നാടുകളിലും, മിക്ക നാടുകളിലും സലാത്ത് സദസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതിലെല്ലാം തന്നെ സ്ത്രീകളും പങ്കെടുക്കാറുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജുമുഅക്കും ജമാഅത്തിനും വേണ്ടി പള്ളിയിൽ പോകുക എന്നതിന്റെ നിയമം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. സഹാബി വനിതകളോട് അത് പ്രത്യേകമായി കൽപ്പിച്ചതുമാണ്. അതാണ് നേരത്തെ മുജാഹിദുകളെ തന്നെ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതും മുജാഹിദുകളുടെ ഗൾഫിലെ ഏറ്റവും വലിയ ആദർശ ഗുരുവായ നാസിറുദ്ദീൻ അൽബാനി വളരെ ശരിയാണെന്ന് പ്രഖ്യാപിച്ചതുമായ ഹദീസ് ഉമ്മു ഹുമൈദിന് സായിദിയ റളിയല്ലാഹു അൻഹായുടെ സംഭവം വെച്ചുകൊണ്ട് നമ്മൾ വിശദീകരിച്ചു. അതുകൊണ്ട് നിസ്കാരം എന്നുള്ള വിഷയത്തിന് സ്ത്രീകൾ അവരുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയുകയാണ് വേണ്ടത്. ഇൽമിന്റെ സദസ്സിലേക്ക് സ്ത്രീകൾ കടന്നു വരുന്നതിന്റെ വിധി എന്താണ്? ഇൽമിന്റെ സദസ്സ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് സ്പെഷ്യലായിട്ട് ഒരു സദസ്സിലേക്ക് അവരോട് വരാൻ വേണ്ടി പറയുകയും അങ്ങനെ ആ സദസ്സിൽ അവരുടെ വൈജ്ഞാനികമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അവരുടെ സദസ്സിലേക്ക് അങ്ങോട്ട് ചെല്ലുകയും ചെയ്ത സംഭവം നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ദിക്റിന്റെ സദസ്സിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ആ സ്ത്രീകൾ അവരുടെ ഔറത്തുകൾ കൃത്യമായി മറച്ചുകൊണ്ട് അന്യപുരുഷന്മാരുമായി ഒരു നിലക്കും കൂടി കലരാത്ത വിധം അവർ ദിക്റിന്റെ ജമാഅത്തായിട്ട് ഒരുമിച്ച് ചെല്ലുന്ന ദിക്റിന്റെ ഭാഗങ്ങളിൽ അവർക്ക് സ്വസ്ഥതയുള്ള രൂപത്തിൽ പങ്കെടുക്കുന്നതിന് വിരോധമില്ല. സ്ത്രീകൾ അവരുടെ ഔറത്തുകൾ മറച്ചുകൊണ്ട് അന്യപുരുഷന്മാരുമായി കൂടിക്കലരുന്ന വിധത്തിലുള്ള യാതൊരു ഇടകലരലും വരാത്ത വിധമായിരിക്കണം വരേണ്ടത്. അങ്ങനെ അല്ലാതെ വരാൻ കഴിയൂല നോക്കുക, എന്നാ സ്ത്രീ വരേണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. അങ്ങനെയാണ് ഇസ്ലാമിന്റെ മസല. അപ്പൊ അതുകൊണ്ട് സലാത്ത്, ദിക്ർ, ഇൽമിന്റെ സദസ്സ് തുടങ്ങിയ വേദികളിൽ അത് സ്ത്രീകളുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുന്ന വിധത്തിലാണെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ആ വിധത്തിൽ അവർ പൂർണ്ണമായ ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പങ്കെടുക്കുന്നതിന് വിരോധമില്ല. അതേ സമയത്ത് നിസ്കാരത്തിന്റെ കാര്യം അള്ളാന്റെ റസൂല് പ്രത്യേകമായി എടുത്തു പറയുകയാണ്. എന്താണ്? ഉമ്മു ഹുമൈദിന് സായിദിയ റളിയല്ലാഹു തആല അൻഹയോട് നീ നിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് അകത്തളത്തിൽ നിസ്കരിച്ചാൽ മതി.
കാരണം നിസ്കാരം എന്ന് പറയുന്നത് പബ്ലിക്കായിട്ട് ഇസ്ലാമിന്റെ ശിആർ നിലനിർത്തുവാനുള്ള 1 ഷഹാദത്ത് കലിമ, 2 നിസ്കാരം, 3 സക്കാത്ത്, 4 റമദാൻ മാസം നോമ്പ് നോൽക്കുക, 5 ഹജ്ജ് എന്ന് ഇസ്ലാം കാര്യമായി എണ്ണിപ്പറഞ്ഞതിൽ ഒരു നാട്ടിലുള്ള ഇസ്ലാമിന്റെ ശിആറിനെ ശ്രദ്ധിക്കണം, ഇസ്ലാമിന്റെ അടയാളത്തെ നിലനിർത്തുവാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ഇസ്ലാം കാര്യത്തിൽ രണ്ടാമതായി എണ്ണിപ്പറഞ്ഞ ഒരു അമലാണ് നിസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെ പരസ്യമായി ഇസ്ലാമിന്റെ ചിഹ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് വെളിവാക്കുവാൻ വേണ്ടി കൂടിയാണ് ജമാഅത്ത് എന്ന് പറയുന്ന സംഗതി ഫർദ് നിസ്കാരങ്ങളിൽ ശർആക്കിയിട്ടുള്ളത്. അതേ സമയത്ത് സുന്നത്ത് നിസ്കാരങ്ങളോ, ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ പുരുഷന്മാർക്ക് വരെ വീടുകളിൽ വെച്ച് നിസ്കരിക്കലാണ് അഫ്ളല്. ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ പുരുഷന്മാർക്ക് വരെ വീടുകളിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കലാണ് ഏറ്റവും പുണ്യകരമായത്. നമ്മൾ ഇശാ നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ഒരു പുരുഷൻ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാതെ അവന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളലായത്. വീട്ടിലും നിസ്കരിക്കൂല എന്നാണെങ്കിൽ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചോട്ടെ, നിസ്കരിക്കണ്ട എന്നല്ല പറയുന്നത്, ഏറ്റവും പുണ്യകരമായത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വ്യത്യാസം എന്താണ്? ഈ ജമാഅത്ത് എന്ന് പറയുന്നത് കേവലം ഒരു ഇബാദത്ത് ചെയ്യുക എന്നുള്ളതല്ല. കേവലം ഒരു ഇബാദത്ത് ഒരാൾ അയാളുടെ ആത്മീയമായ പുരോഗതിക്ക് അല്ലെങ്കിൽ അയാളുടെ പരലോകത്തിലുള്ള വിജയത്തിന് വേണ്ടി ഒരു ഇബാദത്ത് ചെയ്യുക എന്നുള്ളതല്ല. മറിച്ച് നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ചിഹ്നം, അതിന്റെ ശിആർ, അതിന്റെ അടയാളം, അതിന്റെ സാന്നിധ്യം ആ നാട്ടിൽ അറിയിക്കുക എന്നുള്ളതാണ്. അതൊരു പൊതു ചുമതലയാണ്. എന്ന് വെച്ചാൽ പൊതു സ്വഭാവമുള്ള ഒരു ചുമതലയാണ്. പൊതു സ്വഭാവമുള്ള അത്തരം ചുമതലകൾ പുരുഷന്മാരുടെ ബാധ്യതയാണ്, അത് സ്ത്രീകൾക്ക് പറഞ്ഞതല്ല. അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവർ അവരുടെ വീടുകളിൽ കഴിഞ്ഞുകൊള്ളട്ടെ എന്ന് പ്രത്യേകമായി ശർഅ് നിഷ്കർഷിക്കുവാൻ കാരണം. ഞാൻ മറ്റൊരു ഉദാഹരണത്തിലൂടെയും അക്കാര്യം പറയാം. ബാങ്ക് കൊടുക്കുക, സ്ത്രീകൾക്ക് ബാങ്കില്ലല്ലോ. ബാങ്ക് പരസ്യമായിട്ട് നമ്മുടെ പള്ളിയിൽ അത്യുച്ചത്തിൽ, ഇന്നത്തെ കാലത്ത് മൈക്കയിലൊക്കെ അത്യുച്ചത്തിൽ എല്ലാ പ്രദേശത്തും കേൾക്കുമാർ ഉച്ചത്തിൽ പുരുഷന്മാർക്ക് ബാങ്ക് കൊടുക്കണം എന്ന് പറഞ്ഞത് കേവലം ഒരു പുരുഷന്മാർക്കുള്ള ഒരു ഇബാദത്ത് എന്നത് കൊണ്ട് മാത്രമല്ല. അല്ലാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് മനസ്സിനെ സ്ഫുടം വരുത്തുന്ന ഒരു ഇബാദത്ത് ചെയ്യുക എന്നത് മാത്രമല്ല അതിന്റെ അടങ്ങിയ രഹസ്യം. മറിച്ച് ഇസ്ലാം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വിളിയാളമാണ് ആ ബാങ്കിന്റെ പിറകിലുള്ളത്. അതുകൊണ്ടാണ് ബാങ്കിന് ശേഷം നമ്മൾ ചൊല്ലുന്ന ദിക്ർ ഉണ്ടല്ലോ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീല. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ, സമ്പൂർണമായ ഈ ക്ഷണത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ്. അപ്പൊ ബാങ്കിനെ ഒരു ദഅവത്തായിട്ടാണ്, ബാങ്കിനെ ഇസ്ലാമിലേക്ക് മറ്റുള്ളവരെ ദഅവത്ത് ചെയ്യുന്ന ഒരു പരസ്യമായ പ്രവർത്തനമായിട്ടാണ് ബാങ്കിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആ നിലക്കുള്ള ദിക്റാണ് അല്ലാഹുവിന്റെ റസൂൽ ബാങ്കിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചൊല്ലാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ബാങ്ക് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ദഅവത്താണ്. അപ്പൊ ആ ദഅവത്തിന്റെ അംശമുള്ള സ്വഭാവമുള്ള ആ ബാങ്ക് എന്ന് പറയുന്നത് പരസ്യമായി നിർവഹിക്കാൻ സ്ത്രീകളോട് കൽപ്പിക്കപ്പെടുന്നില്ലല്ലോ. എന്താ അതിന് കാരണം? പരസ്യ സ്വഭാവത്തിലുള്ളതും ഇസ്ലാമിന്റെ ചിഹ്നം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള മതത്തിന്റെ സാന്നിധ്യം ക്കുവാനുമുള്ള ഇത്തരം അമലുകൾ അത് സ്ത്രീകൾ അവരുടെ വീടുകളിൽ വെച്ച് നിസ്കരിച്ചു കൊള്ളട്ടെ എന്നതാണ്. അതും മറ്റേതും തമ്മിലുള്ള മാറ്റത്തിന്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കട്ടെ, സ്ത്രീകളാണെങ്കിൽ അവർ പുരുഷന്മാരോട് ഇടകലരുന്ന സ്വഭാവം. ഇപ്പൊ നമ്മൾ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് സ്ത്രീ പുരുഷ സങ്കലനം നടക്കുന്നുണ്ടല്ലോ, നമുക്ക് തടുത്തു നിർത്താൻ പറ്റാത്ത വിഷയമാണ്, മതത്തിന് വിരുദ്ധമാണത്. അവിധത്തിലുള്ള ഒരു സങ്കലനം അല്ലെങ്കിൽ ഒരു കൂടിക്കലരൽ അത് വരാത്ത വിധത്തിൽ, അതേപോലെ തന്നെ അവരുടെ എല്ലാവിധ നിയമങ്ങളും പാലിച്ചുകൊണ്ടുള്ള രൂപത്തിൽ അത്തരത്തിലുള്ള ഇൽമിന്റെ സദസ്സ്, ദിക്റിന്റെ സദസ്സുകൾ പോലത്തിൽ സംബന്ധിക്കുന്നതും നിസ്കാരത്തിന് പള്ളികളിൽ പോകുന്നതും തമ്മിൽ മതത്തിന്റെ വിധിയിൽ വ്യത്യാസമുണ്ട് എന്നാണ് ആ വിഷയം വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ സ്ത്രീധനം വാങ്ങുന്നത്, സ്ത്രീധനം ഈ വഹാബികൾ പലരും പിൻവാതിലൂടെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഉസ്താദിന്റെ അഭിപ്രായം? സ്ത്രീധനം പലപ്പോഴും മുജാഹിദുകൾ ആളുകൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന വിഷയമാണ്. ആളുകൾ അളിച്ചെന്നിട്ട് പറയും ഞങ്ങൾ സ്ത്രീധനത്തിനെതിരാണ്, ഞങ്ങൾ അത്തരത്തിലുള്ള അനാചാരങ്ങൾക്കെതിരാണ്, സാമൂഹ്യ വിപത്തുകൾക്കെതിരാണ്. ഇത് കേൾക്കുമ്പോൾ യുവാക്കൾക്ക് തോന്നുന്നത് നല്ല പ്രസ്ഥാനമാണെന്ന് കൂടാ. സത്യത്തിൽ നമ്മളെക്കാൾ വാങ്ങുന്നത് അവരാ. നമ്മൾ പാവങ്ങൾ പറയാനുള്ള വാങ്ങാനുള്ള പരസ്യമായിട്ട് വാങ്ങുന്നു,
അവരാണെങ്കിലോ ഉള്ളിലൂടെ ഇതിനെ ഇരട്ടി ഓടിക്കും. നമ്മൾ